നമസ്കാരം. മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് കേട്ട് മീ മദർ ന്യൂസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിൻ്റെ നിലവിലെ എനർജി എന്താണ്? പ്ലീസ് കേട്ട് മീ മദർ ന്യൂസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ നിലവിലെ എനർജി എന്താണ്? നിങ്ങളുടെ നിലവിലെ എനർജി ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും എനർജി കടന്നു വരും. ഓക്കെ, ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പിന്റെ എനർജിയാണ്. 5 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് ചില തകർച്ച സംഭവിച്ചിരിക്കുന്നു, മനോദുഃഖത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എപ്പോഴും നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾക്ക് റിക്കവർ ആവാൻ സാധിക്കാത്ത അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ ലൈഫിൽ ഇനി ഒരു സന്തോഷം ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ തന്നെ ആ കാര്യങ്ങളെ റിപ്പീറ്റ് ആയിട്ട് മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടും ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ പ്രപഞ്ചം മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ആ പെയിനെ മാത്രം നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു പ്രതീക്ഷയോടെ കാത്തിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, 3 ഓഫ് വാണ്ടിന്റെ എനർജി, ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന്, നിങ്ങളുടെ പാഷൻ ആയിരുന്നു അത്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിജയം അതിന് സംഭവിച്ചില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേദന നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ തന്റെ അവിവേകം കാരണം ഉണ്ടായതാണോ, അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫറിലേക്ക് കടന്നുപോയത്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തുകൊണ്ട് ഞാൻ അതിനെ പ്രതീക്ഷിച്ച് നിന്നു എന്നുള്ള കാര്യത്തിൽ സ്വയം കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, മെജീഷ്യന്റെ എനർജി കടന്നു വന്നിരിക്കുന്നു. ഒരുപാട് സന്തോഷവും സമാധാനവും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ എനർജി പൂർണ്ണമായും അതിൽ അർപ്പിച്ചിരുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോട് കൂടി കാത്തിരുന്നതായിരുന്നു. നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജി, അതിന്റെ ആ സാവധാനത്തിലുള്ള കടന്നുവരവ് അല്ലെങ്കിൽ അത് വരും എന്നുള്ള പ്രതീക്ഷയോട് ഇരുന്നുവെങ്കിലും പെയിൻ സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു, ഹൃദയത്തിലെ വേദനയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 3 ഓഫ് സോഡിന്റെ എനർജി, ഇവിടെ 3 ഓഫ് വാണ്ട് വന്നിരിക്കുന്നു, 3 ഓഫ് സോഡ് വന്നിരിക്കുന്നു. നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയ്ക്ക് പകരം നിങ്ങൾക്ക് ലഭിച്ചത് പെയിനായി മാറിയിരിക്കുന്നു. 7 ഓഫ് കപ്പിന്റെ എനർജി, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന എനർജിയിൽ ഒരു ഇലൂഷൻ ആണ് കാണുന്നത്. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ സങ്കല്പിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അതേക്കുറിച്ച് ചിന്തിച്ചു. അത് വേദന ആയിക്കോട്ടെ, അത് സന്തോഷമായിക്കോട്ടെ, ആ ഒരു ഇലൂഷനിൽ നിന്നും പുറത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ രണ്ട് ഡ്രസ്സിലും നല്ല ബ്ലാക്ക് കളറാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇലൂഷനിൽ തന്നെ നിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു. ഇത് റിലേഷൻ സംബന്ധിച്ച് മാത്രമല്ല, അത് സാമ്പത്തികപരമായിട്ടും ജോലി സംബന്ധമായിട്ടും നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അത് സംബന്ധമായിട്ടും നിങ്ങൾ ഇപ്പോൾ നിരാശയുടെ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് 3 ഓഫ് വാണ്ടിന്റെ എനർജിയിൽ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ്. ഓക്കെ, ഇത് സണ്ണിന്റെ കാർഡാണ്. നിങ്ങൾ എന്താണോ കാത്തിരുന്നത് അതൊരു സൂര്യനെ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. വിജയം, സന്തോഷം, സമൃദ്ധി നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന എഫേർട്ടിന്റെ ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. 2 ഓഫ് കപ്പിന്റെ എനർജിയാണ്. പ്രപഞ്ചം അത് നിങ്ങൾക്ക് നൽകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. സൂര്യന്റെ എനർജി, ഒരു ഉദിച്ചു ഉണരുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൂർണ്ണ ഊർജ്ജത്തോടു കൂടി നിങ്ങൾ കാത്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് പ്രപഞ്ചം നൽകുന്ന മറുപടി ഒരിക്കലുമല്ല. പ്രപഞ്ചം തന്നെയാണ് നിങ്ങളെ ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയത്. അതൊരു പക്ഷെ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും, മാനസികമായി നിങ്ങളെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ വാല്യൂ എന്ത് എന്ന് സ്വയം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ചില വ്യക്തികളെ മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി തന്നെയാണ് പ്രപഞ്ചം അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുത്തിയിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. മെജീഷ്യന്റെ കാർഡിൽ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? ഓക്കെ, തീർച്ചയായിട്ടും കിങ് ഓഫ് വാണ്ടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആരുടെയും മുന്നിൽ തകർന്നു പോകേണ്ട ഒരു വ്യക്തിയല്ല, തികച്ചും നിങ്ങൾ ഒരു കിങ് ആണെന്ന് മനസ്സിലാക്കി അവനവന്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നതായിട്ടുള്ള ചില ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെയും നിങ്ങളുടെ മാനസിക ബലങ്ങളെയും സാമ്പത്തികം, സപ്പോർട്ട്, എനർജി, ഇതെല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കടന്നു വന്നു എന്നാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ചില വീക്ക്നെസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ മനസ്സിലാക്കാതെ നിങ്ങൾ വളരെ ദയാലുവായിട്ടും സത്യസന്ധരായിട്ടും ഒക്കെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർ ചൂഷണം ചെയ്യുവാൻ പലപ്പോഴും ഇടയായിട്ടുണ്ട്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു വിഷമില്ലാത്ത ഒരു പാമ്പുണ്ടായിരുന്നു. വിഷമില്ലാത്ത പാമ്പ് അത് മറ്റുള്ളവരുടെ അടുത്തെല്ലാം എനിക്ക് വിഷമില്ല എന്ന് പറഞ്ഞു നടന്നതോടുകൂടി മറ്റുള്ളവർക്ക് ആ പാമ്പിന്റെ മേലിലുള്ള ഭയം ഇല്ലാണ്ടാക്കുകയും കൊച്ചുകുട്ടികളെല്ലാം അതിന്റെ വാലിൽ വന്ന് പിടിക്കുകയും കല്ലെറിയുകയും തമാശ കാണിക്കുകയും കോരിയെടുത്ത് എറിയുകയും അത് കൊത്തിയാലും വിഷമില്ല, അത് കൊത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നു. കാരണം അതിനോടുള്ള ഒരു ഭയം മാറിയത് കൊണ്ട് തന്നെ എല്ലാവരും അതിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അവർ ആ ഒരു പാമ്പിന് ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് അതിന്റെ സ്വന്തം ഉള്ളിലുള്ളതായിട്ടുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തി
വന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ള വ്യക്തിയോടുള്ള അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യാൻ പോകുന്നു, എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് എന്നുള്ള നമ്മളുടെ ആഗ്രഹത്തെയോ മറ്റു നമ്മുടെ രഹസ്യങ്ങളെയോ നമ്മുടെ കൂടെയുള്ള നമ്മൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളെടുത്ത് നമ്മൾ തുറന്നു പറയുന്നതോടുകൂടി അവർക്ക് നമ്മളെ എങ്ങനെയാണ് തകർക്കേണ്ടത്, അവർക്ക് നമ്മളെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്, ചതിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി അവർക്ക് മനസ്സിലാകും. നമ്മുടെ പിന്നിൽ ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കി ചില വ്യക്തികൾ നമ്മളെ ചതിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കൂടുതൽ അത് മനസ്സിലാക്കി ജീവിതത്തെ ഒരു പാഠമാക്കി നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പ്രപഞ്ചം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദീനോസ്. നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദീനോസ്. നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജി. ഓക്കെ, ഇത് ടെമ്പറൻസിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കണം. യൂണിവേഴ്സിന്റെ ടൈമിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ചില അന്ധകാര സമയങ്ങൾ നമുക്ക് ഉണ്ടായെന്നിരിക്കും. ചിലപ്പോൾ ഒരുപാട് പ്രകാശങ്ങളിൽ ജീവിക്കേണ്ടി വരും. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണോ ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രാവും പകലും ഉള്ളതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അന്ധകാരവും ഉണ്ട്, സന്തോഷവും കടന്നു വരുമെന്ന് മനസ്സിലാക്കി അതിനെ രണ്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വളരെ താമസിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ചില കാര്യങ്ങൾ എത്തുന്നതിന് വൈകുന്നതിന്റെ കാരണം നമ്മൾ അത്രത്തോളം സ്ട്രെങ്ത് വന്നില്ല. സ്ട്രെങ്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം അങ്ങനെ ചില വഴികളിലൂടെ നമ്മളെ നടത്തുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 3 ഓഫ് സോഡിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? 3 ഓഫ് സോഡ്. ഓക്കെ, 10 ഓഫ് വാണ്ടിന്റെ എനർജി കടന്നു വന്നിരിക്കുന്നു. പ്രതിരോധങ്ങൾ വർദ്ധിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മാനസിക വേദന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്തിട്ടും നമ്മളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വന്നെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് താമസവും അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് കടന്നു പോകുവാൻ സാധിക്കാതെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നമ്മളുടെ ലൈഫിൽ നേരെ അല്ലാത്തത് കൊണ്ടാണ്. അതിലേക്ക് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പെയിൻ മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രപഞ്ചം കഴിവതും അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകനോ മകളോ ഒക്കെ ഒരു ബന്ധത്തിലേക്ക് കടന്നു പോയിട്ട് ആ ബന്ധത്തിൽ നിന്നും നിങ്ങളുടെ മകനും മകൾക്കും യാതൊരുവിധ സന്തോഷമോ സമാധാനമോ കിട്ടാതെ എന്നും കരച്ചിലും വേദനയും ആ ബന്ധത്തിൽ നിന്നും നിങ്ങളുടെ മകൾക്കോ മകനോ മാനസികമായ തകർച്ചയും അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന അവസ്ഥകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങൾ അതിനെ ക്ഷമിച്ചു പോകുക, മുന്നോട്ട് പോകുക, അതൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഗൈഡൻസ് കൊടുക്കും. പക്ഷേ ഒട്ടും തന്നെ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും ആ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങളുടെ മകനെയോ മകളെയോ രക്ഷിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അത് തന്നെയാണ് പ്രപഞ്ചവും ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രത്തോളം നിങ്ങൾ സത്യസന്ധമായി നിന്നിട്ടും ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വേദന മാത്രമേ ചില വ്യക്തികളിൽ നിന്നും ചില സ്ഥാപനത്തിൽ നിന്നോ ചില സാഹചര്യത്തിൽ നിന്നോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ പ്രപഞ്ചം അത് നിങ്ങളുടെ വഴിയല്ല, അതിലൂടെയല്ല നിങ്ങൾ പോകേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെ മാറ്റിവിടുന്നതിന് വേണ്ടി നല്ല പെയിൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ നിങ്ങളെ മറ്റൊരു റൂട്ടിലേക്ക് മാറ്റിവിടും. നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്കതൊരിക്കലും സഹിക്കാൻ സാധിക്കില്ല. അത് ഒരു പക്ഷേ നമ്മുടെ മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മളെ തകർത്തിയെന്നിരിക്കും. പക്ഷേ അവിടെ നിന്ന് എല്ലാം പ്രപഞ്ചത്തിന്റെ ആ ഒരു കരുതലോട് കൂടി തന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ആവശ്യമായ വഴിയിൽ തന്നെ പ്രപഞ്ചം നിങ്ങളെ നടത്തി മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, കാരണം ഈ ഒരു നിരാശയിൽ തന്നെ നിന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിന്റെ നല്ല പ്രഭാതത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾ അന്ധകാരത്തിൽ തന്നെ ആയി പോകും. യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ് ഇവിടെ കാണുന്ന ആ 2 കപ്പുകൾ അത് നമ്മൾ കണ്ടില്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ നിരാശകൾക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് അടച്ചുകൊണ്ട് നമ്മളെ മറ്റൊരു വഴിയിലൂടെ പ്രപഞ്ചം നമ്മളെ നടത്തും. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു നിരാശയോ സാമ്പത്തിക ഉയർച്ചയില്ലാതെയോ മറ്റേതെങ്കിലും രീതിയിൽ തകരുന്നു എങ്കിൽ നമ്മളുടെ റൂട്ട് ശരിയായ രീതിയിലല്ല, നമുക്ക് അതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത് അവിടെ നിന്ന് മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ തയ്യാറാകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ പ്രപഞ്ചം കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദീനോസ്. എന്തുകൊണ്ടാണ് 7 ഓഫ് കപ്പിന്റെ എനർജി കടന്നു വന്നിരിക്കുന്നത്? ഓക്കെ, ഇവിടെയും 9 ഓഫ് വാണ്ടിന്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാ വേദനയുടെയും ഫലം നിങ്ങളെ തേടി എത്തും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അനുഗ്രഹം നിങ്ങളെ തേടി എത്തും എന്നുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇലൂഷനിലായി ഇരിക്കുമ്പോൾ നിങ്ങൾ എടുത്തു ചാടി തീരുമാനം എടുക്കുന്നതിന് പകരം നിങ്ങൾക്കിപ്പോൾ ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സ് ആകെ കൂടിക്കുഴഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ തീരുമാനം എടുക്കുന്നത് തെറ്റായ ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ശാന്തമായി മനസ്സിനെ ശാന്തപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഡിസിഷൻ
സിറ്റുവേഷനിലേക്ക് കടന്നു പോകാം. ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കരുത് എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിനെ ശാന്തമാക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വഴി യൂണിവേഴ്സ് ഇവിടെ കാട്ടിത്തരും. ഓക്കെ, എന്താണ് പ്രപഞ്ചം നൽകുന്ന 5 ഓഫ് കപ്പിന്റെ മെസ്സേജ്? ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജ് ആണ് നൽകുന്നത്? 4 ഓഫ് പെന്റിക്കിൾ സൂചിപ്പിക്കുന്നത് നിങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കാതെ നിങ്ങൾ അതിനെ തന്നെ മുറുകെ പിടിച്ചിരുന്നാൽ നമുക്ക് അതിൽ നിന്നും ഒന്നും തന്നെ നേടിയെടുക്കുവാൻ സാധിക്കില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു കുറച്ച് പൈസ തന്നു, ആ പൈസ നിങ്ങൾ അതുപോലെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ പൈസയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. അത് അവിടെ ഒന്നുകിൽ അത് നോട്ടാണെങ്കിൽ ദ്രവിച്ചു പോകും, അല്ലാത്തൊട്ടാണെങ്കിൽ അത് പിന്നീട് അതുപോലെ തന്നെ വർഷങ്ങൾ കഴിഞ്ഞിരുന്നാലും നിങ്ങൾക്ക് അതുപോലെ തന്നെ എടുക്കാനാണ് സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ആ പൈസ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വ്യാപാരം ചെയ്യുകയോ അതിന്റെ കയ്യിൽ തന്നിരിക്കുന്നതായിട്ടുള്ള ആ പൈസയെ നിങ്ങൾ വ്യാപാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് വലിയ ഉയർച്ചകളിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖത്തെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെയോ മുറുകെ പിടിച്ചിരിക്കുന്നു. ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊന്നും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുക, തീർച്ചയായിട്ടും ഞാൻ തയ്യാറാണ്, എന്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു വരാൻ തയ്യാറാണ്, എന്റെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. നിലവിലുള്ള സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, അടുത്ത സ്റ്റെപ്പ് എന്റെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും എനിക്കുള്ളതാണ്, അത് ഞാൻ നേടിയെടുക്കണം. ഒന്നിനെ കുറിച്ചും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് യാതൊരു ഫലവും ഉണ്ടാകില്ല. അത് നമുക്ക് വീണ്ടും വേദനയല്ലാണ്ട് മറ്റൊന്നും തന്നെ തരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സൂര്യോദയത്തിനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ മുന്നിലുള്ള അന്ധകാരത്തെ നീക്കുവാൻ നിങ്ങൾക്ക് എന്ത് പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് വരിക. തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വലിയ ഒരു അനുഗ്രഹം കാത്തു വെച്ചിരിക്കുന്നു. എന്താണ് ആ അനുഗ്രഹം എന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്റെ വ്യൂസിന് വേണ്ടിയിട്ട് പ്രപഞ്ചം കാത്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ്? ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം എന്താണ്? ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 6 ഓഫ് കപ്പ്, പേജ് ഓഫ് സോൾ, ഏസ് ഓഫ് വാണ്ട്, 9 ഓഫ് സോൾ. ഓക്കെ, നേരത്തെ നമുക്ക് ഇമോഷണലി നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ഒരു കാർഡാണ് ബോട്ടത്തിൽ വന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതൊരു രാജാവിനെ പോലെ ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, കാരണം ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് പ്രപഞ്ചം നമുക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്നത്. അഞ്ചപ്പവും 2 മീനും എടുത്ത് ഉയർത്തുന്ന സമയത്ത് അത് ദൈവത്തിന്റെ കയ്യിലിരുന്നതല്ല. ആ 5 അപ്പവും മീനും നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് എന്നാണ് ചോദിച്ചത്, ഇല്ലേ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം വേണം, എങ്കിൽ മാത്രമായിരിക്കും അതിനെ ഉയർത്തി അതിനെ വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിലവിൽ എന്താണ് ഉള്ളത്? നമ്മുടെ കയ്യിലുള്ളത് വിശ്വാസമായിരിക്കണം. ഓക്കെ, നമ്മുടെ ഉള്ളിൽ എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും, എന്റെ ഈ അവസ്ഥകളെല്ലാം മാറിപ്പോകും, അതാണ് വർദ്ധിച്ചു വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ളത് നിരാശയും വേദനയും തകർച്ചയും കണ്ണുനീരും മാത്രമാണെങ്കിൽ അതായിരിക്കും വർദ്ധിച്ചു കിട്ടുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തെയും സന്തോഷത്തെയും സൃഷ്ടിക്കുക, അവിടെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അതിനെ വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾ വെക്കുക. നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയെ മാറ്റണമെങ്കിൽ നിങ്ങൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. മുമ്പിൽ അവസ്ഥകളൊന്നുമില്ല, ജപ്തി ആയിരിക്കും ഫ്രണ്ടിൽ ഇരിക്കുന്നത്, എങ്കിൽ പോലും എന്റെ അവസ്ഥകളെല്ലാം മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ജപ്തിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വരുമ്പോഴത്തേക്ക് നാളെ ആ ജപ്തി നടക്കാതെ എനിക്ക് അത്ഭുതം ചെയ്യും, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഈ ജപ്തി നടക്കുന്നു എങ്കിൽ പോലും ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒന്നിനു വേണ്ടിയിട്ടാണ് എന്റെ ലൈഫ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ധൈര്യം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെടട്ടെ. ഇതിലും വലിയ നഷ്ടങ്ങൾ പലതും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? പാവം വയനാട് ദുരന്തം പോലുള്ള കാര്യങ്ങളിലെല്ലാം അവരൊക്കെ എന്തുമാത്രം വേദനകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ വേദനയും നഷ്ടത്തെയും നമുക്ക് ഒരിക്കലും നമുക്ക് പറഞ്ഞ് നമുക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പലതും അനുഭവിച്ചും അതുപോലെ തന്നെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ എനർജിയെ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങൾ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ നിൽക്കുന്നതായിട്ടുള്ള ഏത് അവസ്ഥയിലാണോ, നിങ്ങൾ ഉറങ്ങാൻ പോലും സാധിക്കാതെ ടാബ്ലറ്റ് പോലും കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ, ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണോ, അതിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാനും കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചം പറയുന്നത്. നിങ്ങൾക്ക് ചില പുതിയ കാര്യങ്ങൾ തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. നശിച്ചുപോയി ഇനി അവസരമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പുതുതായി സൃഷ്ടിക്കുവാനും നിങ്ങൾക്ക് വിജയിക്കുവാനും നിങ്ങളുടെ വളർച്ചയുടെ തുടക്കത്തെ കുറിക്കുവാനും പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. ഒരു തുടക്കം കുറിക്കും, ഒരു വിത്ത് ഇട്ട് തരും, ബാക്കി വെള്ളം ഒഴിച്ച് അതിനെ സംരക്ഷിച്ച് വളർത്തി അതിൽ നിന്ന് ഫലം എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രപഞ്ചം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമുക്ക് നൽകും എന്നുള്ളതാണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടമായി പോയത് എന്തോ
ചില സന്തോഷങ്ങളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം. ഒരു പക്ഷേ നമുക്ക് അതുപോലെ നമ്മുടെ ലൈഫിൽ കിട്ടണമെന്നില്ല. പക്ഷേ അതുപോലെ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങളിലേക്ക് തേടിയെത്തും, അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. സമാധാനം, സന്തോഷവുമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള, നിങ്ങൾക്ക് നേരത്തെ 3 കപ്പുകളാണ് നഷ്ടപ്പെട്ടു പോയത്, അതിന്റെ ഇരട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 6 കപ്പുകൾ പ്രപഞ്ചം നിങ്ങൾക്ക് ദാനമായി നൽകും എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കപ്പിനെ നഷ്ടപ്പെട്ടു, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ 3 കപ്പുകൾ മറിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള 3 കപ്പുകളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിന്നും സ്വയം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുക. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുത്താണ് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ നിരാശയും വിഷമങ്ങളും മാത്രമാണ് ഉള്ളതെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് വർദ്ധിച്ചു കിട്ടുന്നത്. എന്നാൽ നിങ്ങൾ അതിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 3 പകരം 6 പ്രപഞ്ചം തിരികെ നൽകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പേജ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങളൊന്നും നിങ്ങളെ തകർക്കുന്നതോ തളർത്തുന്നതോ ആകാതെ അത് നിങ്ങളെ വളർത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ആത്മവിശ്വാസമായി എടുത്തുകൊണ്ട് മുന്നോട്ട് വരിക. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്. ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഈ വലിയ എനർജി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ശക്തി സ്വരൂപത്തിന് നിങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. പ്രപഞ്ചം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നിലവിലെ അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളെയും പ്രപഞ്ചം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.